ഹായ് ഫ്രണ്ട്സ്, ഡ്രീം വാലി റൂട്ട് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസം അടുക്കള മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട ഒരു ഷോർട്സ് ചെയ്തിരുന്നു. അത് വളരെയധികം ആൾക്കാർ അത് കാണുകയുണ്ടായി. പക്ഷേ അതിൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സുമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത്. കോർപ്പറേഷൻ പരിധി താമസിക്കുന്നതായതുകൊണ്ട് എനിക്ക് കോർപ്പറേഷനിൽ നിന്ന് വളരെ ചുരുങ്ങിയ വിലയ്ക്കാണ് ഈ ബിൻ കിട്ടിയിരിക്കുന്നത്. ഞാനത് 2 വർഷമായിട്ട് അടുക്കള മാലിന്യ സംസ്കരണവും അതുമായി ബന്ധപ്പെട്ട് ജൈവവളവും ഞാനിവിടെ ഉണ്ടാക്കുന്നുണ്ട്. പല മീഡിയകളിലും നമുക്ക് അറിയാൻ സാധിച്ചത് ഇത് വീടിനുള്ളിൽ സൂക്ഷിക്കുക എന്നാണ് പറഞ്ഞത്. മണമോ ഒരു പ്രശ്നവും ഇല്ലെന്നാണ്. പക്ഷേ എൻ്റെ ഈ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഇത്രയും മണമുള്ള ഒരു വസ്തു വേറെ ഇല്ല. അടുക്കള മാലിന്യ സംസ്കരണത്തിൽ നിന്നുണ്ടാകുന്ന വെള്ളം, ഇതിൽ നിന്ന് ഒരു വെള്ളം വെളിയിലേക്ക് വരുന്നുണ്ട്. ഇത് ഈ ബിന്നിൻ്റെ സൈഡിലുള്ള ഹോളിലൂടെയാണ് ഈ വെള്ളം വെളിയിൽ വരുന്നത്. അത് വളരെയധികം ദുർഗന്ധം ഉണ്ടാകും. ഉദാഹരണമായിട്ട് എൻ്റെ ചാമ്പങ്ങ നിറയെ പഴുത്ത് വീണ് കഴിഞ്ഞപ്പോൾ ഞാൻ അത് മുഴുവൻ ഇതിൽ ബിന്നിൻ്റെ അകത്തിട്ട് ചകിരിച്ചോറിട്ട് അത് ഇട്ടു. ഭയങ്കരമായ വെള്ളം ഒഴുകി വളരെയധികം ദുർഗന്ധം ഈ പ്രദേശം മുഴുവനായി. പിന്നെ അവസാനം ഞാൻ ബിന്നെടുത്തിട്ട് മണ്ണിൻ്റെ സൈഡിൽ കുഴിയുണ്ടാക്കി അതിലിറക്കി വെച്ചാണ് അത് സെറ്റിൽ ചെയ്തത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ബിന്ന് വീടിൻ്റെ ഉള്ളിൽ വെച്ച് അടുക്കള മാലിന്യ സംസ്കരണം നടത്താനായിട്ട് ആരും തയ്യാറാകരുത്. അത് എൻ്റെ 2 വർഷത്തെ എക്സ്പീരിയൻസ് എന്നാണ് ഞാനിതിനോട് പറയുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് നിറയെ പുഴുക്കളുണ്ടാകും. ഈ പുഴുക്കളെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. വളരെയധികം പുഴുക്കൾ കുറവാണ്. കാരണം ഇത് തുറന്നു കഴിഞ്ഞാൽ ഈ പുഴുക്കളെല്ലാം ഈ വേസ്റ്റിൻ്റെ ഉള്ളിലേക്ക് പോകും. ഇതാണ് വേസ്റ്റ്. ഏറ്റവും മുകളിലുള്ള വേസ്റ്റ് ബിൻ ഇതാണ്. ഇന്ന് ഞാൻ കുറച്ച് വേസ്റ്റ് ഇതിൻ്റെ അകത്ത് ഇടുന്നുണ്ട്. ഇതാണ് എൻ്റെ 2ാമത്തെ ബിന്ന് ഞാൻ ഓപ്പൺ ചെയ്തപ്പോഴുള്ള അവസ്ഥ. അതായത് ഇത് പുളി കമ്പോസ്റ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലുള്ള പുഴുക്കളെല്ലാം ചത്ത് ഇതിൻ്റെ മേലെ വന്ന് കിടക്കുകയാണ്. അപ്പോൾ ഇത് 2ാമത്തെ ബിന്ന്. പക്ഷേ ഇതിൽ നിന്ന് വളരെയധികം ദുർഗന്ധം വരുന്നുണ്ട്. അതുകൊണ്ട് ഞാനിത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിലേക്ക് കുമ്മായം ഇടും. കുമ്മായം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ മണം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പം കുമ്മായം ഇട്ട് ഒരു 2 ദിവസം കൂടി ഞാനിവിടെ ഇതിൽ വയ്ക്കും. ഇതുപോലെ കുമ്മായം ഇട്ട് കൊടുക്കും. അപ്പോൾ ആ മണം വളരെയധികം കുറയും. ഇതുപോലെ കുമ്മായം ഇട്ട് കൊടുത്തിട്ടാണ് മാത്രമേ ഞാൻ ഈ ബിന്ന് വെളിയിലേക്ക് എടുക്കുകയുള്ളൂ. ഇതൊരു കുമ്മായം ഇട്ട് കൊടുത്ത് ഇങ്ങനെ ഇടും. ഇതാണ് ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച സാധനമാണ്. ഇങ്ങനെ കുമ്മായം ഇട്ട് കൊടുക്കുക, ഒരു പുഴുവിൻ്റെ മണം ഇല്ലാതാക്കുക. പുളി ജൈവവളമായിരിക്കുന്ന 3ാമത്തെ കണ്ടെയ്നറാണ് ഇത്. ഇതിലെയും പുഴുക്കളെല്ലാം ഒരുമാതിരി എല്ലാം വെളിയിൽ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വളം മിക്സ് ചെയ്യാനായിട്ട്, മണ്ണുമായിട്ട് ഞാൻ മിക്സ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്ത് പുഴുവില്ല, മണമില്ല എന്ന് പറയുന്നതിൽ ഉള്ള മനസ്സിലാക്കേണ്ട ഒരു കാര്യം. കൃത്യമായിട്ടുള്ള ഒരു 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് എനിക്കിതിൽ നിന്നുള്ളത്. അതുകൊണ്ടാണ് ഞാനിത് കൃത്യമായിട്ട് വീഡിയോ ചെയ്ത് എല്ലാവരുടെയും അറിവിലേക്ക് ഷെയർ ചെയ്യുന്നത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. കത്തർ കൊണ്ട് ഇതുപോലെ കട്ട് ചെയ്ത് ഞാൻ ഇതിൻ്റെ ഇവിടെ വെച്ച് ഇതിനു വേണ്ടി കത്രികയെല്ലാം സ്പെഷ്യലായിട്ട് വെളിയിൽ തന്നെ വെച്ചിരിക്കുകയാണ്. ഇത് കണ്ടോ, ഇതിൽ നിന്നാണ് ഈ വാട്ടർ കണ്ടെയ്നർ ഉണ്ടാകുന്നത്. ഇത് നൂഡിൽസിൻ്റെ ഇതാണ്. അപ്പം ഇത് ഇതുപോലെ കട്ട് ചെയ്ത് ഇതിൽ വെച്ച് തന്നെ കട്ട് ചെയ്താണ് ഇടുന്നത്. ഇതിൻ്റെ അകത്ത് ജലാംശം, ഈ കോവയ്ക്കായിലുള്ള ജലാംശമാണ് ഇതിൻ്റെ അകത്ത് കൂടുതലായിട്ടുള്ളത്. അപ്പം എങ്ങനെ വന്നാലും ഇതിൻ്റെ അകത്ത് വെള്ളം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ഇത് ജീവാമൃതത്തിൻ്റെ കോർപ്പിറ്റാണ്. ഇതാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ഇടുന്നത്. ഇതുപോലെ ചകിരിച്ചോറിട്ട് ഇത് കംപ്ലീറ്റ് നമ്മൾ മൂടിക്കളയും. ഇതാണ് ഇതിൻ്റെ സംസ്കരണ രീതി. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. പക്ഷേ ഇത് വീടിനുള്ളിൽ വെച്ച് കഴിഞ്ഞാലുള്ള പ്രോബ്ലം ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് ബിൻ നമ്മൾ ക്ലോസ് ചെയ്യുന്നു. വളരെ സിമ്പിൾ.
പക്ഷേ ഇതിൽ നിന്ന് വരുന്ന വാട്ടർ കണ്ടെയ്നാണിത്. കാണാം, കണ്ടോ? ഇതാണ് ഇതിൻ്റെ വാട്ടർ കണ്ടെയ്നർ വെളി വരുന്നത്. ഈ സൈഡിലുള്ള ഹോളിലൂടെയാണ് ഈ മാലിന്യ വെള്ളം വെളിയിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് ഒരു കാരണവശാലും നമ്മൾ വീടിനുള്ളിൽ സൂക്ഷിക്കരുതെന്ന് പറഞ്ഞു. ഇതുപോലെ സൈഡിൽ, വീടിൻ്റെ ഏതെങ്കിലും സൈഡിൽ മാത്രമേ ഇത് നമുക്ക് സൂക്ഷിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് എൻ്റെ ചാനൽ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എനിക്ക് നല്ല സപ്പോർട്ട് തരണമെന്നും എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സോ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും നിങ്ങളെ കാണാം. താങ്ക് യു. ബൈ.